ഹായ്, തൃശ്ശൂർ ഹൈബ്രിഡ് ക്യാമ്പസിലാണുള്ളത്. സൈലം കേരളത്തിലേക്ക് ജെയ്ക്ക് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ ആശങ്കയോട് നോക്കി, ജെയ്ക്കോ ഹൈബ്രിഡോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നോക്കിയിരുന്ന സമയത്ത് സൈലത്തെ വിശ്വസിച്ച് സൈലത്തിൽ എത്തിയിരിക്കുന്ന, ഹൈബ്രിഡിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പറ്റം കുട്ടികളാണ്, യുവമിഥുനങ്ങളാണ് കൂടെയുള്ളത്. അപ്പൊ എല്ലാവരും എനർജറ്റിക് ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് ഇരിക്കുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി കാര്യം നമുക്ക് ഒരു സംസാരിച്ച ശേഷം എന്താക്കാം നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ അക്കാഡമിക് ഹെഡ് ആയിട്ടുള്ള സെന്റർ ഹെഡ് ആയിട്ടുള്ള ദിനേഷ് സാറും കൂടെയുണ്ട്. ഹായ് സാർ. ഹലോ. നമ്മള് സാറ് പറഞ്ഞ പോലെ തന്നെ ജെയ് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയങ്കര കുറയായിരുന്നു. പക്ഷെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മളിപ്പോ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോ നമ്മൾ 80 days കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഹൈബ്രിഡ് സിസ്റ്റം ഫുൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തത്. അത് ഒരു ദിവസം സ്റ്റഡി, ഒരു ദിവസം നമുക്ക് പഠിക്കായിരുന്ന സമയം, അങ്ങനെ ചെയ്തിട്ട് വളരെ എഫക്റ്റീവ് ആയിരുന്നില്ലേ പ്രോഗ്രാം ഒക്കെ? നമ്മളൊക്കെ എൻജോയ് ചെയ്തു അല്ലെ? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോയി സാർ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ സന്തോഷം ബാക്കിയുള്ള ആൾക്കാരും കൂടി എന്താവണം അറിയേണ്ടതുണ്ട് അല്ലെ? അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ എന്താക്കിയിരിക്കുന്നത്, ഇന്ന് വന്നിരിക്കുന്നത്. ഹാപ്പി അല്ലേ? യെസ്. ഓക്കെ. അപ്പോ പിന്നെ ഇപ്പൊ ഞാനും സാറും പറഞ്ഞു നിങ്ങൾ ഹാപ്പിയാണെന്ന്. പക്ഷെ നിങ്ങൾ ഹാപ്പിയാണെന്ന് പറഞ്ഞത് ആരാണ്? നിങ്ങളാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ പറ, നമുക്ക് എന്തുണ്ട് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം? നിങ്ങൾ ഹാപ്പി ആണോ? ആരാദ്യം പറയുന്നത്? ഫസ്റ്റ് കൈ പൊന്തിക്കുന്നവർക്ക് മൈക്ക് തരാം. യെസ്. ഓക്കെ. ഹൈബ്രിഡ് എന്ന് കേട്ടപ്പോൾ എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഡെയിലി ക്ലാസ്സസ്, പിന്നെയാണ് നമുക്ക് ഒരു ദിവസം പഠിച്ചത് നമുക്ക് അടുത്ത ദിവസം അത് വർക്കൗട്ട് ചെയ്യാം. പിന്നെ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ക്ലാസ്സിൽ വന്നാൽ നമുക്ക് എല്ലാവരും ഒരു ക്ലാസ്സിൽ കുറേ പേരുള്ളതുകൊണ്ട് നമുക്ക് ഒരു സാധനം സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ദിവസം കിട്ടുമ്പോൾ സമയം കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓൺലൈനിൽ പഠിപ്പിച്ചതാണ് അടുത്ത ദിവസം വന്ന് ക്ലാസ്സിലെടുക്കണം. അപ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവണുണ്ട്. അപ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി നന്നായിട്ട് തോന്നിയത് നല്ലൊരു അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ എന്താ നമ്മളിപ്പം നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം നോക്കുന്ന സമയത്ത് ഒരുപാട് സമ്പ്രദായങ്ങൾ നമുക്കുണ്ട് അല്ലെ? എന്തുണ്ട്? ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, DTS ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ എന്തുണ്ട്? DPP ഉണ്ട് അല്ലെ? പിന്നെ അതേപോലെ തന്നെ ഗ്രാൻഡ് ടെസ്റ്റുകൾ ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഉഷാറായിട്ട് തോന്നി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്താണ്? ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത് മോക്ക് എക്സാമിനേഷൻ തന്നെയാണ് കുറച്ചുകൂടി ഇതായിട്ട് തോന്നിയത്. ഞാൻ എന്ന് പറഞ്ഞാൽ +1 +2 ഓൺലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് വന്നതാണ്. എനിക്ക് ഒരു ബോർഡ് എക്സാമിന് ജസ്റ്റ് ബേസിക് ഒന്നും എനിക്കറിയില്ല. ഞങ്ങള് കൊറോണ ടൈമിലാണ് SSLC ഒക്കെ ബാച്ച് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക്. അപ്പൊ +1 +2 ഓൺലി ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ടാണ് എനിക്ക് മാർക്ക്. വലിയ മാർക്കൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ബേസ് മുതൽ സ്റ്റാർട്ടിങ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കാൽക്കുലേഷൻസും ഓരോ കാര്യങ്ങളൊക്കെ അപ്പൊ അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ നന്നായിട്ട് എനിക്ക് മാത്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. എന്റെ ഫേവറേറ്റ് സബ്ജക്ട് മാത്സ് ആണ്. പക്ഷെ ഏറ്റവും കൺഫ്യൂഷൻ അടിക്കണത് എന്റെ ഫേവറേറ്റ് സബ്ജക്ട് മാത്സ് ആണ്. അതിൽ കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്തത് എന്ത് വരും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിക്കണതും എനിക്ക് മാത്സ് തന്നെയാണ്. അതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഓൺലൈൻ ക്ലാസ്സിലെന്ന് വെച്ചാൽ ഒരു ദിവസം ഓൺലൈൻ ഒരു ദിവസം ഓഫ്ലൈൻ, അങ്ങനെ ആകുമ്പോൾ ഇപ്പൊ നമുക്ക് അറിയണ ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് വായിച്ചു പോയാൽ മനസ്സിലാവും. അപ്പൊ അന്ന് നമുക്ക് ബാക്കിയുള്ള എക്സ്ട്രാ ചാപ്റ്റർ ജസ്റ്റ് നോക്കാം, റിവൈസ് ചെയ്യാം. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി, ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി സൈലത്തിൽ വന്നു. ഇനി എക്സാമിന്റെ കുറച്ച് ടെൻഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിക്കും. അല്ലെ എക്സാമിന് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും അല്ലേ? അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ഭയങ്കര മോട്ടിവേഷൻ ആണ് ടീച്ചേഴ്സൊക്കെ. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാ, എനിക്ക് കിട്ടോ എന്ന് ഭയങ്കര പ്രഷറാവും. പക്ഷെ പുറത്ത് ഭയങ്കര കൂളായിട്ട് നടക്കെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനും പ്രഷറൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ മിസ്സിനോട് പോയി സംസാരിക്കും, സാറുമാരോട് പോയി സംസാരിക്കും. അപ്പൊ സാറ് എടാ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ പറഞ്ഞിട്ട് പറയും. ഇവർക്ക് ഇപ്പൊ ഇവര് സ്കൂളിൽ നിന്ന് വന്നതല്ലേ. സോ ബിഫോർ കമ്മിങ് ടു സൈലം ആൻഡ് നൗ യു ആർ ഇൻ സൈലം, എന്ത് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവില് സൈലത്തിൽ വരുന്നതിന് മുമ്പ് സൈലത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത്, സ്കൂളിൽ ആക്ച്വലി കുറേ സംഭവങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി കുറേ തിയറി വയസ്സായാലും എന്തായാലും സ്കിപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ചില സാധനങ്ങളൊക്കെ വെറുതെ കാണാപ്പാടം പഠിച്ചു പോകാമെന്നാണ് സ്കൂളിലൊക്കെ പറയാറ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഓരോ സംഭവത്തിൻ്റെയും എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അതെല്ലാം മനസ്സിലാക്കി തന്നെ ഇവിടെയാണ്.
കുറേ സംഭവങ്ങൾ ആക്ച്വലി നമ്മളുടെ സ്റ്റേറ്റ് ആയാലും ഈവൻ CBSE ആയാൽ പോലും കുറേ സംഭവങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷെ അതെല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് ചില എക്സ്ട്രാ കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്തൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതായത് വളരെ രസമായിട്ട് അപ്പോൾ പോകും. നമ്മൾക്ക് ഒരു സംഭവം ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ റിയൽ ലൈഫ് അപ്ലിക്കേഷൻ വരെ ഇവിടെ സാറുമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെനിക്ക് വളരെ വലിയൊരു ചേഞ്ച് ആയിട്ട് തോന്നി സ്കൂളും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. വേറെ ആർക്കും ഇതേ ചോദ്യത്തിന് വേറെ ആർക്കും ഉത്തരം പറയാൻ വേണ്ടി പറ്റാ? കമോൺ, എല്ലാരും പറയണം. യെസ്, യു. ഇവിടെ വെച്ചാൽ കോൺസെപ്റ്റ് പഠിക്കുന്നത് ഇവിടെ വന്നിട്ടാ. മറ്റേത് കാണാപാഠം പഠിച്ചു പോയിരുന്നു. ഇപ്പോൾ ഇതാണ് സംഭവം എന്നൊക്കെ ഇവിടെ വന്നിട്ടാണ് മനസ്സിലാവണേ. പിന്നെ തിയറി പഠിക്കുക കൂടുതൽ, മീൻസ് തിയറിയും എല്ലാതും ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എല്ലാതും അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. സൈലത്തിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് നമ്മളൊരിക്കലും +2 മാർക്കിനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയിട്ടൊന്നും ഒരു കുട്ടീനെ പോലും നമ്മൾ സൈലത്തിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല. സോ നിങ്ങളൊരു പാഷനേറ്റ് സ്റ്റുഡൻ്റ് ആണോ, യു ആർ മോസ്റ്റ് വെൽക്കം ടു സൈലം. ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ. സൈലം വന്നതിന് ശേഷം ഒരു സോഷ്യൽ സൊസൈറ്റിയിൽ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. സോ വാട്ട് ഇമ്പാക്ട് ദാറ്റ് സൈലം ഈസ് ഗിവൻ ടു സൊസൈറ്റി എന്നാ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാനുള്ളത്? ഞാൻ കഴിഞ്ഞ വർഷം ജെയ് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഉദ്ദേശിച്ച മാർക്ക് കിട്ടാൻ പറ്റിയിട്ടില്ല, കാരണം ബോർഡ്സും കൂടി ഉള്ളതാ. പിന്നെ എന്താ പറയുക, ജെയും കൂടി ഒരുമിച്ചുള്ളപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച മാർക്ക് കിട്ടില്ല. കുറേ ടോപ്പിക്കും നമ്മൾ എല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൈലം ജോയിൻ ചെയ്യാൻ വിചാരിച്ചത്. ഒരു വർഷം ഡ്രോപ്പ് ഇയർ എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് സൈലം ജോയിൻ ചെയ്യാൻ വിചാരിച്ചത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റുള്ള എല്ലാവരും ഓരോരോ കോളേജിൽ പോകുന്നു, എല്ലാവരും പോകുന്നു. പക്ഷേ ഞാൻ സൈലം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാവരും എന്താ റിപ്പീറ്റ് ചെയ്യണോ വേസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പക്ഷെ എന്നനുസരിച്ച് ഞാൻ സൈലത്തേക്ക് വന്നപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഞാൻ പോയി എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊരു ബേസ് ആയിട്ടാണ് ഞാൻ എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നത്. പിന്നെ സൈലം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കേട്ടിട്ട് വരുന്ന ഒരു പേരായതുകൊണ്ട് എല്ലാവരും, ഞാൻ കുറേ പേരോട് ചോദിക്കുമ്പോൾ കുറേ പേര് പറയുന്നുണ്ട് സൈലം അത്യാവശ്യം നല്ലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ അവരുടെ യൂട്യൂബ് വീഡിയോ കാണുകയാണെങ്കിലും ലൈവ്സ് കാണുകയാണെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ അവർ പഠിപ്പിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോൾ ലൈക്ക് പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എല്ലാം റിയൽ ലൈഫ് ഞങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാം റിയൽ ലൈഫ് എക്സാമ്പിൾസ് തന്നിട്ടും എല്ലാം ബേസ് തൊട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ 12th കുറേ ചാപ്റ്റേഴ്സ് എനിക്ക് ബേസ് ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരുമിച്ച് എന്തൊക്കെയോ പഠിച്ചിട്ടാണ് ഞാൻ പോയി എഴുതിയത്. പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാ ചാപ്റ്ററിനും ബേസ് ഉണ്ട്, എല്ലാ ചാപ്റ്ററും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അപ്പോൾ ഇരുന്നപ്പോൾ കുറേ ടഫാന്ന് വെച്ച ചാപ്റ്റേഴ്സ് ഇപ്പോൾ എന്തൊരു സിമ്പിളായിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നത്. അപ്പോൾ ഓവറോൾ എനിക്ക് എന്നെ സൈലം അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, എന്തുണ്ട് നമ്മുടെ ഇപ്പൊ തൃശ്ശൂർ സൈലം. ഓക്കെ, സാറവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പേടിയുണ്ട്. എന്നാലും അപ്പൊ തൃശ്ശൂർ സൈലം, അവിടെ ടീച്ചേഴ്സ് അല്ലേ, നമ്മുടെ പിന്നെ മെന്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ സെന്റർ ഹെഡ് ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി എല്ലാം അല്ലേ, എന്താ ഹോസ്റ്റല് അല്ലേ. അപ്പൊ എന്താ അതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ? ആരാ പറയുന്നത്? ആർക്കാണെങ്കിലും പറയാം. യെസ്, ഓരോരുത്തർ യെസ്. അങ്ങനെ മുന്നോട്ട് വരൂ, പെട്ടെന്ന് മുന്നോട്ട് വരൂ. എനിക്ക് ഇവിടുത്തെ മെയിൻലി നല്ല ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ കാര്യം ഇവിടുത്തെ ടീച്ചേഴ്സാണ്. നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ചില ടീച്ചേഴ്സോട് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരിക്കും, പോവില്ല, ഭയങ്കര ഒരു പേടിയായിരിക്കും. പക്ഷെ ഇവിടെ ടീച്ചേഴ്സിനോട് നമുക്കൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കും. ഒരു ടെൻഷനോ അങ്ങനെ ഒന്നും തോന്നില്ല. നമുക്ക് പേഴ്സണലി പോയി സംസാരിക്കുകയാണെങ്കിലും അക്കാഡമിക്സ് ആയാലും ഏത് കാര്യത്തിലാണെങ്കിലും ഫുൾ സപ്പോർട്ട് നമുക്ക് തരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമാണ്. Why did you choose Xylem? വേറെ other platforms ഒക്കെ ഉണ്ടായിട്ടും why did you choose Xylem? സൈലം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ കേരളം സൈലം എന്താ ചോദിച്ചാൽ കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാം. സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. പിന്നെ ഞാൻ +2 ഇവിടെ ആയിരുന്നു, ട്യൂഷനിൽ ഓൺലൈനായിരുന്നു ജോയിൻ ചെയ്തു. എനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് പാരന്റ്സും എന്നോട് ചോദിച്ചു ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സൈലം മതി, തൃശ്ശൂർ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ടീച്ചേഴ്സ് ഇവിടുത്തെ അടിപൊളിയാണ്, വേറെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പൊ എന്തുണ്ട് ബാക്കി ഒന്ന് രണ്ടുപേർക്ക് കൂടി ഇതേ ചോദ്യത്തിന് ഉത്തരം പറയാം. അതായത് തൃശ്ശൂർ സൈലം ടീച്ചേഴ്സ് എല്ലാം ഒന്ന് രണ്ടുപേരും ആരാ പറയുന്നത്? വേറെ ആരാ പറയുന്നത്? യെസ്, ഞാനിപ്പോ ഹോസ്റ്റലാ. അപ്പം ഹോസ്റ്റലിൽ നമുക്ക് ഓൺലൈൻ വരുന്ന ദിവസം ഡൗട്ട് ക്ലിയറൻസിന് ഇവിടുത്തെ എല്ലാവരും വരും. ഫിസിക്സിന് വരും, കെമിസ്ട്രി സാർ വരും, 2 മാത്സ് സാർ എല്ലാവരുമായിട്ട് വരും. അത് ഞാൻ ആദ്യം ശരിക്കും അത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത് ബേസിക്കലി ഒരു ദിവസം ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്ന പോലെ രാവിലെ വരും, ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ് ടീച്ചേഴ്സ് പോലും.
അവര് വന്നിട്ട് എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്ത് എന്തുണ്ടെങ്കിലും പറഞ്ഞുതരും. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ഹോസ്റ്റലിലായതുകൊണ്ട് നമുക്ക് ബുക്ക് ഉണ്ട്, നമ്മളുണ്ട്. അപ്പൊ നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കുന്നതിന്റെ വരെ നമുക്ക് സാർമാരിങ്ങനെ വരുന്ന സമയത്ത് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അങ്ങനെ പിന്നെ ഈ മാത്സ് ഒക്കെ ഉണ്ണി സാറ് കാൽക്കുലേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നോളാം. അപ്പൊ അങ്ങനെ ഉണ്ണി സാറിന്റെ ഇതും പഠിച്ചിട്ട് എന്റെയും കാൽക്കുലേഷൻ പുള്ളി പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് അപ്പൊ മാത്സിലൊക്കെ കാൽക്കുലേഷൻ സ്പീഡൊക്കെ ഭയങ്കര കൂടി. അപ്പൊ അങ്ങനെ എല്ലാ ടീച്ചേഴ്സും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ബുദ്ധിപരമായ കളികൾ പറഞ്ഞല്ലോ. ഭയങ്കരമായിട്ട് പറയും, എല്ലാം പറയും. അങ്ങനെ ഇപ്പം മോട്ടിവേഷൻ എന്ന് പറയാൻ ദിനേശ് സാറിന്റെ മോട്ടിവേഷൻ മതി നമുക്ക്. സത്യം പറഞ്ഞാൽ ക്ലാസ്സിനിടയിൽ സാർ അടക്കം വന്നിട്ട് കുറച്ച് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് തോന്നും, നമുക്ക് കിട്ടും എന്നുള്ളൊരു ഇത് തന്നെ. ആ ഒരു സാറിന്റെ ഒരു 30 സെക്കൻഡ് ഒരു സ്പീച്ച് മതി. അപ്പം ടീച്ചർമാർ വൈസ് ഒന്നും പറയാനില്ല, ടോപ്പ് ടീച്ചർമാരാണ്. നമ്മള് ശരിക്കും നമുക്ക് നമ്മള് നല്ലോണം ഇമ്പ്രൂവ് ആയി പോകുന്നത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ടീച്ചർമാർ ഇത്രയും ആൾക്കാർ, ഇത്രയും എക്സ്പീരിയൻസുള്ള ആൾക്കാരുടെ കൂടെ നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ അത് സൈലം ശരിക്കും വളരെ നന്നായി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെന്റേഴ്സിനെ കുറിച്ച് എന്താ മോൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ആൾക്കാരല്ലേ, മെന്റേഴ്സിന്റെ സപ്പോർട്ട് നോക്കി? ഞങ്ങളുടെ മെന്റർ ആവണി മാം ആണ്. ആള് ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും പോയി പറയാം. നമ്മളുടെ ആള് എല്ലാ ദിവസവും ഞങ്ങളുടെ റൂമിൽ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു, ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എപ്പോഴും വന്നെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ GAB കഴിയുമ്പോഴും മാർക്ക് എന്തുകൊണ്ടാണ് കുറഞ്ഞ്, എവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, അങ്ങനെ എല്ലാം പറഞ്ഞെന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ പോലെയാണ് അവർ. ഭയങ്കര ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അത്ര ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൾക്ക് പെട്ടെന്ന് നമ്മുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ മെന്റേഴ്സ് ഭയങ്കര നല്ല ആൾക്കാർ. ഹോസ്റ്റലില് ഇവിടെ കൂടുതൽ ഡേ സ്കോളേഴ്സ് ആണ്. എല്ലാവരും ഡേ സ്കോളറാണ് അല്ലേ? ഇതാണ് അശോക ഹോസ്റ്റലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അശോക ഹോസ്റ്റല് നോർമലി ഞാൻ ഹോസ്റ്റലിനെ കുറിച്ച് വിചാരിച്ചത് ഭയങ്കര പ്രഷറായിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിന് നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പം. ഹോസ്റ്റലിൽ നിന്ന് തന്നെ പറഞ്ഞാൽ ഒരു റൂമൊന്നും ഉണ്ട് അല്ല, ജസ്റ്റ് ഒരു ലിവിങ് റൂമുണ്ട്, സ്റ്റഡി റൂമുണ്ട്, കിച്ചണുണ്ട്, എന്താ പറയുക ബെഡ്റൂം ഉണ്ട്, 2 ബെഡ്റൂം ഉണ്ട്, 8 ആൾക്കാർ ഒരുമിച്ചാണ്. സോ കമ്പൈൻ സ്റ്റഡി നടത്താൻ പറ്റും. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡൻസും ഭയങ്കര ഇതായിരുന്നു. നമ്മളിപ്പം ലേറ്റായിട്ട് ഉറങ്ങിയ ലൈക്ക് കുറേ നേരം ഇരുന്ന് ഉറങ്ങിയാലും രാവിലെ കുറച്ച് ലേറ്റായിട്ടേ വിളിക്കത്തുള്ളൂ. അവർക്ക് മനസ്സിലാവും നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഒട്ടും സ്ട്രിക്റ്റ് അല്ല, നമ്മളെ മനസ്സിലാക്കിയിട്ട് തന്നെ എല്ലാവരും പോകുന്നത്. കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിലും അവർ അപ്പം തന്നെ മനസ്സിലാക്കി അതിന് അപ്പം തന്നെ എടുക്കാറുണ്ട്. സാർ എൻ്റെ അടുത്തൊരു ഫ്രഷ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ പറയുക, DPP എങ്ങനെ DPPനെ കുറിച്ച്? കാരണം നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് DPP ആണ് തരുന്നത് അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് DPPനെ കുറിച്ച് പറയാം. അതിനുശേഷം അതിനേക്കാൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താ LMRP അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് ആരാണ് പറയുന്നത്? അപ്പൊ DPPനെ കുറിച്ച് എന്താണ് അത്? നമ്മളെ ഹൈബ്രിഡ് DPPനെ കുറിച്ച് അതാരാ പറയാ? ഹൈബ്രിഡ് DPPനെ കുറിച്ച് ബേസിക്കലി നമ്മൾ DPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എല്ലാ ചാപ്റ്ററും ടോപ്പിക് വൈസ് ഫുള്ള് കറക്റ്റ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാ റേഞ്ചും ഫസ്റ്റ് കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ഫുള്ള് റേഞ്ച് ഇട്ട് ടോപ്പിക്സുള്ള മനസ്സിലാക്കിപ്പിക്കും. പിന്നെ ജെയുടെ ലെവലായിട്ടുള്ള PYQസും അതുപോലെ എല്ലാ അടിപൊളി എക്സാമ്പിൾസൊക്കെ നന്നായിട്ട് അവരിങ്ങനെ ചെയ്തു തരും. പിന്നെ നമുക്കും കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് തരും. അപ്പോൾ ക്ലാസ്സിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും ഇപ്പോൾ മനസ്സിലായില്ല അല്ലെങ്കിൽ ക്ലാസ് തന്നെ ഡൗട്ട് വയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ അവരുടെ സ്റ്റാഫ് റൂമായിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഡൗട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെയായിട്ട് നല്ല അടിപൊളി ഈ സ്കീമാറ്റിക് ആയിട്ടൊക്കെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ തന്നിട്ടുള്ളത് DPP ഒക്കെ. പിന്നെ ഇപ്പോൾ ഈ LMRP ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് അവർ 2 മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഒന്ന് PYQയുടെ ആയിട്ടും 2 പിന്നെ വേറെ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും ഇൻഡെപ്ത് ആയിട്ടുള്ള മെയിൻ ഇക്വേഷൻസും ടോപ്പിക്സും ഒക്കെ എല്ലാതുമായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാപ്റ്റർ നമ്മളൊന്നും ഉഴപ്പിയിട്ടൊന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ മെയിൻ ടോപ്പിക്സ് പഠിച്ചിട്ട് വായിച്ചു നോക്കിയിട്ടും നമുക്ക് ഡൗട്ടെങ്കിൽ ചോദിച്ചിട്ടും അപ്പോൾ നമുക്ക് അടിപൊളിയായി മനസ്സിലാക്കാം. തിയറി കൊടുത്തിട്ടുണ്ടോ? തിയറി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിൽ മെയിൻ ഇക്വേഷൻസും പിന്നെ ആപ്ലിക്കേഷനൊക്കെ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് അടിപൊളിയായി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടെങ്കിലും മനസ്സിലാക്കി. ഇക്വേഷൻ മാത്രമല്ല ക്വസ്റ്റ്യൻസും ഉണ്ട്. പിന്നെ ഈ PYQs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നടന്ന എല്ലാ ടോപ്പിക്സും ഇപ്പോൾ ഹോട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മൊത്തം അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെ വരുന്ന തിയറി പിന്നെ ക്വസ്റ്റ്യൻ സോൾവിങ് സ്കിൽസ്. ഇപ്പോൾ ഉണ്ണി സാറിന്റെ മാത്സ് സ്കിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള അടിപൊളിയായിട്ട് ആള് എല്ലാ തിയറി മൊത്തം ഇങ്ങനെ പഠിപ്പിച്ചിട്ടും പിന്നെ ആളുടെ വേ ഓഫ് തിങ്കിങ് നമ്മുടെ ഉള്ളിൽ തന്നെ തലയിൽ കയറ്റാൻ നോക്കും. ആളെ നമ്മുടെ സ്പീഡൊക്കെ ആക്കാൻ നോക്കും. പിന്നെ ഫിസിക്സ് ആണെങ്കിൽ തന്നെ എല്ലാതും അടിപൊളി ഈ കോൺസെപ്റ്റ്സും തിയറി എല്ലാം ഒക്കെ ഉള്ളത് തന്നെയാണ്.
പിന്നെ കെമിസ്ട്രി അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇൻഓർഗാനിക് മൊത്തം കഴിഞ്ഞു, ഇനി ഓർഗാനിക്കിനെ തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇൻഓർഗാനിക് ഫുൾ അടിപൊളിയായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസും മൊത്തം അവർ അടിപൊളി പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നല്ലപ്പോൾ തെറ്റാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പാരന്റ്സിന് പറയാനുള്ളത്? നിങ്ങൾ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് സൈലത്തിനെ കുറിച്ചൊക്കെ പാരന്റ്സ് പറയുന്നത്? എന്താ എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ അവരോട് ഭയങ്കരമായിട്ട് എല്ലാം പറയും, ഭയങ്കര ഓപ്പൺ ആയിട്ട് ഞാൻ പറയും. അപ്പോൾ ഞാൻ കീമിന് പറഞ്ഞിട്ടാണ് സൈലത്ത് ഇങ്ങനെ നോക്കിയായിരുന്നത്. അപ്പോൾ സൈലത്തിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ അമ്മ ഒന്നും പറ്റണില്ല അങ്ങനെ എങ്ങനെ എന്നൊക്കെ ഫസ്റ്റ് ബേസ് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രൂവ് ആയി. പിന്നെ DTSന്റെ ഇതിൻ്റെയൊക്കെ മാർക്സ് ഒക്കെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി. നിനക്ക് ഇത്ര കഴിവൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെയാവുമ്പോ ചോദിച്ചായിരുന്നു. പിന്നെ +1 ഭയങ്കര ഇതായപ്പോ നിനക്ക് ഇത്ര കഴിവൊക്കെ ഉണ്ടായിരുന്നോ എന്നാ ചോദിച്ചായിരുന്നു. പിന്നെ സൈലത്തില് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാം. ഒരിക്കലും ഭയങ്കര കംപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. സാധാരണ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചു വന്നു, അയ്യോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കോ, പഠിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ അതായിരുന്നു. പക്ഷെ ഒന്നുമില്ല, ഭയങ്കര ഫ്രീ ആയിട്ട് ഇതാക്കുക ചെയ്തു. അത് മാത്രമല്ല നമ്മള് കുട്ടികൾ ഭയങ്കര ടെൻഷനായിട്ട് ഫീൽ ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മെന്റേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും അനന്ത് സാർ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ കിട്ടുക പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ശരിക്കും അടിപൊളിയായിരുന്നു. പ്രോഗ്രാംസ് ആയാലും ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഏറ്റവും അടിപൊളി പറയാനുള്ളത് ഇന്ററാക്ട് ചെയ്യാം. നമുക്ക് ടീച്ചേഴ്സിനോട് ഭയങ്കര ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം, മെന്റേഴ്സിനോടായാലും. മൊത്തം പറഞ്ഞാൽ അടിപൊളിയാണ് സൈലം, ഒന്നും പറയാനില്ല. ഞാൻ ഇനി എന്റെ അനിയനും അവൻ ഒട്ടും പഠിക്കില്ല, അവൻ ഒട്ടും പഠിക്കില്ല, അവൻ നേരെ തല തിരിഞ്ഞിട്ടാ. ഞാനും പഠിക്കുന്നില്ല, എന്നാലും അവനോടും ഞാൻ പറയണത് അവൻ കൂടുതൽ സൈലത്തിന്റെ ക്ലാസ്സാ കാണുക. അവൻ ഫുള്ള് അവസാനം എക്സാമിന്റെ ഇതില് അവസാനം നോക്കാനുള്ള അവന് അടക്കം ഇപ്പൊ എന്താ ക്രിസ്മസിന്റെ എക്സാം വന്നപ്പോ പകുതിന്റെ മീത് മാർക്കുണ്ട്. ഞാൻ അമ്മയെ കണ്ടപ്പെട്ടു. അവിടെ നിന്ന് അമ്മമ്മയൊക്കെ വിളിച്ചിട്ട് ചോദിക്കാം മാർക്ക് ഉണ്ടോ? അവന് മാർക്ക് ഇത്ര മാർക്കൊക്കെ ഉണ്ടോ? അങ്ങനെ ഭയങ്കര അവൻ എക്സാം കഴിഞ്ഞ് വന്ന് പറയും ഞാൻ സെറ്റാക്കണം. അവൻ വന്നിട്ട് പറയാം ചേച്ചി സൈലം സെറ്റ് സൂപ്പർ ഭയങ്കര അടിപൊളി, അതേ ക്വസ്റ്റ്യൻ അങ്ങനെ പകർത്തി വെച്ച പോലെ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പഠിക്കാം, ഇനി ഞാൻ സൈലം അവസാനം ഇരുന്ന് പഠിക്കാം, അങ്ങനെ അവസാനം ആദ്യം പോലെ പഠിക്കാം വേണ്ട, അവസാനം പഠിച്ചാൽ മാർക്ക് കിട്ടും. അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ സൈലം അടിപൊളി. എൻട്രൻസ് മാത്രമല്ല ട്യൂഷൻസ് ആയാലും ഭയങ്കര സെറ്റാണ്, ഒന്നും പറയാം. ജെയ്ക്ക് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറെ നോക്കിയപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എഴുതിയപ്പോഴും അവള് ജസ്റ്റ് പഠിക്കാണ്ട് പോയിട്ട് തന്നെ അവർക്കൊരു 55% മാർക്ക് ഉണ്ടായിരുന്നു. അവളിപ്പോ ഹോസ്റ്റലിലാണ്, ഇപ്പൊ എന്റെ ക്ലാസ്സിൽ നിന്ന് മാറി. ഞാൻ ഡേ സ്കോളർ ആയതുകൊണ്ട് ഭയങ്കര ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഡേ സ്കോളർ ആയി കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും മൈൻഡൊക്കെ ഭയങ്കര കൺട്രോൾഡ് ആയി വെച്ചിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് റുട്ടീനായിട്ട് കൊണ്ടുപോയാൽ നൈസ് ആയിരിക്കും. മക്കളെ ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്താം. മക്കളെ അതേപോലെ തന്നെ നമ്മളിപ്പോ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നു, അതേപോലെ തന്നെ എന്താണ് ഓഫ്ലൈൻ ക്ലാസ് കേൾക്കുന്നു. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടി പിന്നെ എന്താ പറയാ അതന്നെ അത് ചെയ്യാൻ ചില സമയത്ത് ഞാൻ മലയാളം മീഡിയം അപ്പൊ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ അല്ലെ, അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് നമ്മളുടെ കണക്ഷൻ എന്താണ്? ലാസ്റ്റ് ഒരാൾക്ക് പറയാം. യെസ്, ഇല്ല അതങ്ങനെ രണ്ടുകൂടി നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഒരു ദിവസം നമുക്ക് ഫ്രീ കിട്ടുമല്ലോ, ആ ഒരു ദിവസം നമ്മൾ അന്നത്തെ ക്ലാസ് കണ്ടിട്ട് പിറ്റേ ദിവസം പോകുമ്പോൾ അത് മെച്ചപ്പെടുത്താൻ പറ്റും നമുക്ക്. പക്ഷെ അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ടൈം മാനേജ് ചെയ്ത് സെറ്റ് ആവണം. അത് സെറ്റായി എത്തിയാൽ പിന്നെ നമുക്ക് നല്ലതാണ്. അത് ക്ലാസ് കണ്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ കാണാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ മറ്റേ DPPകളുണ്ട്, അത് മൊത്തം ചെയ്ത് വരുമ്പോൾ പിന്നെ പിറ്റേ ദിവസം നമ്മൾ ആ ക്ലാസ് തന്നെ കാണണേ. അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. പിന്നെ നമുക്ക് കുറച്ചുകൂടി ടൈം നമ്മുടെ കുറയ്ക്കാൻ പറ്റും, പെട്ടെന്ന് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ പറ്റും. അങ്ങനെ ആ ഒരു ഡേ നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആക്കാൻ പറ്റും, രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തത്, ഹൈബ്രിഡ് ചൂസ് ചെയ്തത്. കാരണം ഒരു ഡേ നമുക്ക് എടുക്കുമ്പോൾ ഞാൻ ഡേ സ്കോളറാണ്, അപ്പോൾ ഒരു ട്രാവൽ ക്ഷീണം നമുക്ക് ഫുൾ പോണതിൻ്റെ അതുകൊണ്ട് ഉണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അങ്ങനെ അപ്പൊ ഇനി ആർക്കൊന്നുമില്ലല്ലോ, എന്താ പറയൂ. ഞാൻ ഇവിടെ പറഞ്ഞതിന് മുമ്പ് കണ്ടൊരു സീരീസ് ആണ് കോട്ട ഫാക്ടറി എന്ന് പറഞ്ഞു. JA ആസ്പിറൻസ് മിക്കവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ
വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഒരു ക്ലാസ് റൂമിൽ ഇല്ലാത്ത പിള്ളേരുണ്ടാവില്ല. ഒരു 10, 100, 150 പിള്ളേരായിരിക്കും ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. അപ്പോൾ സാറ് ക്ലാസ് എടുക്കുന്നു, ആൻസർ വന്നിരിക്കും, നമുക്കത് ഒരു ഡൗട്ട് ചോദിക്കാൻ നമുക്ക് തോന്നില്ല. നമ്മളെ ഇങ്ങനെ അടിച്ചമർത്തിയ പോലെ ഇരിക്കുന്നു. കാരണം ടോപ്പേഴ്സ്, വല്ലാത്ത ടോപ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ മിക്സ് ചെയ്തൊക്കെ ഇരുത്തണു. A1, A2, A3 അങ്ങനെ ബാച്ചുകൾ. അവസാനത്തെ ബാച്ചിലൊക്കെ അത്ര പഠിപ്പിക്കണില്ല. അപ്പൊ എനിക്കതൊക്കെ ടെൻഷനായിരുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യും അത്രയും സ്റ്റുഡൻസ് നമുക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ബേസ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഇവിടെ വരുമ്പോൾ ആദ്യം തൊട്ട് പഠിപ്പിക്കും. അതായിരുന്നു വല്ലാത്തൊരു ഡൗട്ട്. പിന്നെ ടെൻഷനായിരുന്നു. ഇത്രയും സ്റ്റുഡൻസ് യൂണിഫോം ഒക്കെ ഇട്ട് അതിലങ്ങനെയാണ് കാണിക്കുന്നത്. എല്ലാവരും യൂണിഫോം, ഒരു ഫാം പോലെ. പേടിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ യൂണിഫോം ഇല്ല, എല്ലാരും ഫ്രീ ആണ്. ടെൻഷൻ അത് വെച്ച് നോക്കുമ്പോ ഭയങ്കര കുറവാണ്. ഇതില്ല, ഡിവൈഡ് ആൻഡ് റൂൾ ഇല്ല, എല്ലാവർക്കും നമ്മൾ ഒരേ മെറ്റീരിയൽ. അതെ, ഇപ്പോ എന്താ പറയാ, ഡിവിഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ലെവലല്ല എല്ലാവരും. അപ്പോൾ കുറച്ച് പേർക്ക് കുറച്ചുകൂടി ബേസ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ എനിക്ക് കുറച്ച് ബേസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് എല്ലാം കറക്റ്റ് ആയവർക്ക് അത് ഹെൽപ്ഫുൾ ആവില്ല ആ ക്ലാസ്സിൽ ഇരിക്കാൻ. അപ്പൊ അതിനൊരു ചെറിയ ഡിവിഷൻ, അത് എന്താ പറയാ, മറ്റേ ഡിവിഷനിൽ പഠിപ്പിക്കാതിരിക്കണില്ല, അത് കൂടുതൽ പഠിപ്പിക്കുക. പക്ഷെ മറ്റേതില് കുറച്ചുകൂടി, മറ്റേതിൽ IIT പ്രൊഫസേഴ്സ് ഒന്ന് പഠിപ്പിക്കുന്നു, മറ്റേ ക്ലാസ്സിൽ കുറച്ചുകൂടി വീക്കായ സാറുമാർ. അപ്പൊ അതൊക്കെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാ സാറുമാരും സൂപ്പറാണ്. പുള്ളി സാറ് പല നമ്മള് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന രീതികളാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോ നമ്മൾ അതിരുന്ന് ഫുള്ള് ചെയ്യാതിരുന്ന നമുക്കാകെ സമയം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണ വഴികള്, പിന്നെ എല്ലാ സാറുമാരും, ഇപ്പോൾ മാത്സ്, ഫിസിക്സ് ഞങ്ങളുടെ വിപിൻ സാർ നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് തമ്മിൽ അത്ര ഏജ് ഗ്യാപ്പ് ഇല്ല. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊക്കെ വന്നാലും അവരോട് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. അതാണ് എനിക്ക് ഡിഫറൻസ്. ആ സീരീസ് കണ്ട ഇതിനാണ് ഞാൻ പറയണത്. ഞാൻ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടില്ല, പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയി. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ? യെസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ തൃശ്ശൂർ ഹൈബ്രിഡിന്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കുട്ടികളെല്ലാവരും ഹാപ്പിയാണ്. അതോടൊപ്പം തന്നെ എക്സാം അടുത്തൊരു ടെൻഷൻ എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട്. ആ ടെൻഷൻ വേണമല്ലോ, അല്ലേ? ആ ടെൻഷൻ എന്തായാലും വേണ്ടേ? യെസ്, ആ ടെൻഷൻ എന്തായാലും വേണം. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ജെഇ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യും. ഇല്ലേ മക്കളെ? ഉറപ്പല്ലേ? പഠിച്ചു പൊളിക്കണം.